LibreOffice റൈറ്റർ പ്രിന്റിംഗ് ആൻഡ് വ്യൂയിംഗ് ഡോക്യുമെന്റ്സിന്റെ സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുന്നത് വ്യൂയിംഗ് ഡോക്യുമെന്റ്സ്, പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ്. ഇവിടെ നമ്മൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായി ഉബുണ്ടു ലിനക്സ് 10.04 ഉം LibreOffice സ്യൂട്ട് വെർഷൻ 3.3.4 ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്ക് LibreOffice റൈറ്ററിലുള്ള വേരിയസ് വ്യൂയിംഗ് ഓപ്ഷൻസ് പഠിച്ചുകൊണ്ട് നമ്മുടെ ട്യൂട്ടോറിയൽ തുടങ്ങാം. റൈറ്ററിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന രണ്ട് അടിസ്ഥാന വ്യൂയിംഗ് ഓപ്ഷൻസ് ഉണ്ട്. അവയാണ് പ്രിന്റ് ലേഔട്ടും വെബ് ലേഔട്ടും. പ്രിന്റ് ലേഔട്ട് ഓപ്ഷൻ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് കാണിച്ചു തരുന്നു. വെബ് ലേഔട്ട് ഓപ്ഷൻ ഡോക്യുമെന്റ് വെബ് ബ്രൗസറിൽ എങ്ങനെയിരിക്കുമെന്ന് കാണിച്ചു തരുന്നു. നിങ്ങൾക്ക് HTML ഡോക്യുമെന്റ്സ് ഉണ്ടാക്കുന്നതിനും അതുപോലെ ഡോക്യുമെന്റ് എഡിറ്റ് ചെയ്യുന്നതിനായി അവ ഫുൾ സ്ക്രീൻ മോഡിൽ കാണുവാൻ നിങ്ങൾ ആഗ്രഹിക്കുമ്പോഴും ഇത് ഉപയോഗപ്രദമാണ്. പ്രിന്റ് ലേഔട്ട് ഓപ്ഷൻ ആക്സസ് ചെയ്യുന്നതിനായി വ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് പ്രിന്റ് ലേഔട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വെബ് ലേഔട്ട് ഓപ്ഷൻ ആക്സസ് ചെയ്യുന്നതിനായി മെനു ബാറിലെ വ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് വെബ് ലേഔട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ രണ്ട് ഓപ്ഷനുകളും കൂടാതെ ഒരുവന് ഡോക്യുമെന്റ് ഫുൾ സ്ക്രീൻ മോഡിലും കാണാം. മെനു ബാറിലെ വ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് ഫുൾ സ്ക്രീൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഡോക്യുമെന്റ്സ് എഡിറ്റ് ചെയ്യുന്നതിനും അവ ഒരു പ്രൊജക്ടറിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിനും ഫുൾ സ്ക്രീൻ മോഡ് ഉപകാരപ്രദമാണ്. ഫുൾ സ്ക്രീൻ മോഡിൽ നിന്ന് പുറത്തു വരുന്നതിനായി ബോർഡിലെ എസ്കേപ്പ് കീ അമർത്തുക. ഡോക്യുമെന്റ് ഫുൾ സ്ക്രീൻ മോഡിൽ നിന്നും മാറിയതായി കാണാം. ഇപ്പോൾ നമുക്ക് വ്യൂ മെനുവിലെ പ്രിന്റ് ലേഔട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇനിയും മുന്നോട്ട് പോകുന്നതിന് മുൻപ് ഇൻസേർട്ട് മാനുവൽ ബ്രേക്ക് ആൻഡ് ചൂസിംഗ് ദ പേജ് ബ്രേക്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഡോക്യുമെന്റിൽ ഒരു പുതിയ പേജ് കൂട്ടിച്ചേർക്കാം. പിന്നീട് OKയിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി നമ്മൾ മറ്റൊരു ട്യൂട്ടോറിയലിൽ പഠിക്കും. ഡോക്യുമെന്റ് കാണുന്നതിനുള്ള മറ്റൊരു ഓപ്ഷനാണ് സൂം. മെനു ബാറിലെ വ്യൂ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് സൂമിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ മുന്നിൽ ഒരു സൂം ആൻഡ് വ്യൂ ലേഔട്ട് ഡയലോഗ് ബോക്സ് വന്നതായി നിങ്ങൾക്ക് കാണാം. അതിന്റെ ഹെഡിംഗ് ഇങ്ങനെയാണ്: സൂം ഫാക്ടർ ആൻഡ് വ്യൂ ലേഔട്ട്. സൂം ഫാക്ടർ നിലവിലുള്ള ഡോക്യുമെന്റ്സിലും തുടർന്ന് നിങ്ങൾ തുറക്കുന്ന ഇതേ തരത്തിലുള്ള എല്ലാ ഡോക്യുമെന്റ്സിലും ഡിസ്പ്ലേ ചെയ്യുന്ന സൂം ഫാക്ടർ സെറ്റ് ചെയ്യുന്നു. ഇതിന്റെ ഉപയോഗപ്രദമായ ഓപ്ഷനുകൾ ഒന്നൊന്നായി നമുക്ക് ചർച്ച ചെയ്യാം. ഒപ്റ്റിമൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെന്റിന്റെ ഏറ്റവും സൗകര്യപ്രദമായ വ്യൂ കിട്ടുന്നു. ഫിറ്റ് വിഡ്ത് ആൻഡ് ഹൈറ്റ് വ്യൂ പേജിന്റെ നീളവും വീതിയും അനുസരിച്ച് ഡോക്യുമെന്റ് ക്രമീകരിക്കുന്നു. അങ്ങനെ അത് ഒരു സമയം ഒരു പേജ് കാണിക്കുന്നു. ഇത് ഒന്നിൽ കൂടുതൽ പേജുകളുടെ വ്യൂയിംഗ് എഡിറ്റിംഗ് വളരെ എളുപ്പമുള്ളതാക്കുന്നു. അടുത്ത ഓപ്ഷൻ ഫിറ്റ് ടു വിഡ്ത് ആണ്. ഇത് പേജിനെ അതിന്റെ വിഡ്ത് അനുസരിച്ച് ക്രമീകരിക്കുന്നു. 100% വ്യൂ പേജിന്റെ യഥാർത്ഥ സൈസിൽ അത് ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യും. അടുത്തതായി നമുക്ക് വേരിയബിൾ എന്ന് വിളിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യൂയിംഗ് ഓപ്ഷനാണുള്ളത്. വേരിയബിൾ ഫീൽഡിൽ ഡോക്യുമെന്റ് ഡിസ്പ്ലേ ചെയ്ത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സൂം ഫാക്ടർ എൻ്റർ ചെയ്യുവാൻ കഴിയും. ഉദാഹരണമായി നമ്മൾ വേരിയബിൾ ഫീൽഡിൽ 75% എന്ന് എൻ്റർ ചെയ്യുകയും OK ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ ഡോക്യുമെന്റ്സ് വ്യൂ ചെയ്യുവാനും എഡിറ്റ് ചെയ്യുവാനുമുള്ള നിങ്ങളുടെ ആവശ്യവും സൗകര്യവും അനുസരിച്ച് നിങ്ങൾക്ക് സൂം ഫാക്ടർ മാറ്റാം. ഡയലോഗ് ബോക്സിലെ മറ്റൊരു ഫീച്ചറാണ് വ്യൂ ലേഔട്ട്. വ്യൂ ലേഔട്ട് ഓപ്ഷൻ ടെക്സ്റ്റ് ഡോക്യുമെന്റ്സിന് വേണ്ടിയുള്ളതാണ്. ഇത് ഡോക്യുമെന്റിലെ സൂം ഫാക്ടർ കുറച്ചുകൊണ്ട് വിവിധ വ്യൂ ലേഔട്ട് സെറ്റിംഗുകളുടെ പ്രഭാവം കാണുവാൻ ഉപയോഗിക്കുന്നു. പേജുകൾ യഥാക്രമം വശങ്ങളിലായും ഒന്നിനു പിറകെ ഒന്നായും ഡിസ്പ്ലേ ചെയ്യുവാൻ ഓട്ടോമാറ്റിക് ആൻഡ് സിംഗിൾ പേജ് ഓപ്ഷൻസ് ഉപയോഗിക്കുന്നു. ഉദാഹരണമായി നമ്മൾ സൂം ഫാക്ടറിൽ ഫിറ്റ് വിഡ്ത് ആൻഡ് ഹൈറ്റ് തിരഞ്ഞെടുത്ത് വ്യൂ ലേഔട്ട് ഓപ്ഷനിൽ സിംഗിൾ പേജ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയും അവസാനമായി OK ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്താൽ പേജുകൾ ഒന്നിനു പിറകെ ഒന്നായി ഡിസ്പ്ലേ ചെയ്യുന്നതായി നമുക്ക് കാണാം. ഇപ്പോൾ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പിന്നീട് OK ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പേജുകൾ നിങ്ങൾക്ക് വശങ്ങളിലായി കാണാം. നമ്മുടെ ഡോക്യുമെന്റിന്റെ സൂം ആൻഡ് വ്യൂ ലേഔട്ട് മാറ്റുവാൻ റൈറ്റർ സ്റ്റാറ്റസ് ബാറിലെ 3 കൺട്രോളുകളും നമ്മളെ അനുവദിക്കുന്നു.
ഇടതു നിന്നും വലതുവശത്തേക്കുള്ള വ്യൂ ലേഔട്ട് ഐക്കണുകൾ ഇവയാണ്: സിംഗിൾ കോളം മോഡ്, പേജുകൾ വശങ്ങളിലായുള്ള വ്യൂ മോഡ്, പിന്നെ ഒരു തുറന്ന ബുക്കിൽ 2 പേജുകളോടുകൂടിയ ബുക്ക് മോഡ്. നമുക്ക് ഒരു പേജ് സൂം ചെയ്യിക്കുന്നതിനായി സൂം സ്ലൈഡർ വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ പേജുകൾ കാണിക്കുന്നതിനായി ഇടതുവശത്തേക്ക്. ലിബ്രെഓഫീസ് റൈറ്ററിലെ പ്രിന്റിംഗിനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് പേജ് പ്രിവ്യൂവിനെ കുറിച്ച് ചിലത് മനസ്സിലാക്കാം. ഫയലിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് പേജ് പ്രിവ്യൂവിൽ ക്ലിക്ക് ചെയ്യുക. നിലവിലുള്ള ഡോക്യുമെന്റ് നമ്മൾ പേജ് പ്രിവ്യൂ മോഡിൽ കാണുമ്പോൾ പേജ് പ്രിവ്യൂ ബാർ പ്രത്യക്ഷപ്പെടുന്നു. അടിസ്ഥാനപരമായി ഇത് നിങ്ങളുടെ ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്താൽ എങ്ങനെയിരിക്കുമെന്ന് കാണിച്ചു തരുന്നു. നമുക്ക് നമ്മുടെ resume.odt ഫയലിന്റെ പ്രിവ്യൂ നോക്കാം. പ്രിവ്യൂ പേജിലെ ടൂൾബാറിൽ വിവിധ കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട്. സൂം ഇൻ, സൂം ഔട്ട്, നെക്സ്റ്റ് പേജ്, പ്രീവിയസ് പേജ്, പ്രിന്റ് എന്ന ഓപ്ഷനുകളുണ്ട്. ലിബ്രെഓഫീസ് റൈറ്ററിലും പേജ് പ്രിവ്യൂവിലും എങ്ങനെയാണ് ഡോക്യുമെന്റ് വ്യൂ ചെയ്യുക എന്ന് പഠിച്ച ശേഷം നമ്മളിപ്പോൾ ലിബ്രെഓഫീസ് റൈറ്ററിൽ ഒരു പ്രിന്റർ പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കും. ലളിതമായി പറഞ്ഞാൽ ഒരു പ്രിന്റർ എന്നത് ഒരു ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. നമ്മളിപ്പോൾ വിവിധ പ്രിന്റ് ഓപ്ഷൻസ് എങ്ങനെ ആക്സസ് ചെയ്യാം എന്ന് കാണും. ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക, ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യുക. ലിബ്രെഓഫീസ് റൈറ്ററിന്റെ വശത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. അവസാനമായി പ്രിന്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഓപ്ഷനുകൾ നൽകിക്കൊണ്ട് സ്ക്രീനിൽ ഒരു ഡയലോഗ് ബോക്സ് വരുന്നു. നമ്മൾ ഡിഫോൾട്ട് സെറ്റിംഗ്സ് നിലനിർത്തിക്കൊണ്ട് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നേരിട്ട് മുഴുവൻ ഡോക്യുമെന്റും പ്രിന്റ് ചെയ്യുന്നതിനായി ടൂൾബാറിലെ പ്രിന്റ് ഫയൽ ഡയറക്ട്ലി ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്വിക്ക് പ്രിന്റിംഗ് എന്നറിയപ്പെടുന്നു. പ്രിന്റ് ഓപ്ഷൻ ആക്സസ് ചെയ്ത് ഡിഫോൾട്ട് സെറ്റിംഗ്സ് മാറ്റി നമുക്ക് ഏതൊരു ഡോക്യുമെന്റിന്റെയും പ്രിന്റിംഗ് കൂടുതൽ നിയന്ത്രണം നേടാം. മെനു ബാറിലെ ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് പ്രിന്റിൽ ക്ലിക്ക് ചെയ്യുക. സ്ക്രീനിൽ പ്രിന്റ് ഡയലോഗ് ബോക്സ് പ്രത്യക്ഷപ്പെടുന്നു. ഇവിടെ നമ്മൾ ജനറൽ ടാബിലെ ജനറിക് പ്രിന്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓൾ പേജസ് ഓപ്ഷൻ ഡോക്യുമെന്റിലെ എല്ലാ പേജുകളും പ്രിന്റ് ചെയ്യുന്നതിനാണ്. നിങ്ങൾക്ക് ഒരു പറ്റം പേജുകളാണ് പ്രിന്റ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ പേജസ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഫീൽഡിൽ റേഞ്ച് എന്റർ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ 1-3 ടൈപ്പ് ചെയ്യുന്നു. ഇത് ഡോക്യുമെന്റിന്റെ ആദ്യ 3 പേജുകൾ പ്രിന്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഡോക്യുമെന്റിന്റെ ഒന്നിൽ കൂടുതൽ കോപ്പികൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ ഓഫ് കോപ്പീസ് ഫീൽഡിൽ എണ്ണം എന്റർ ചെയ്യുക. നമുക്ക് ഫീൽഡിൽ എണ്ണം 2 എന്ന് എന്റർ ചെയ്യാം. ഇനി നമുക്ക് ഡയലോഗ് ബോക്സിലെ ഓപ്ഷൻസ് ടാബ് ക്ലിക്ക് ചെയ്യാം. സ്ക്രീനിൽ ഓപ്ഷനുകളുടെ ഒരു ലിസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നു. അതിൽ നിന്നും നിങ്ങൾക്ക് ഡോക്യുമെന്റ് പ്രിന്റ് ചെയ്യേണ്ട ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മൾ പ്രിന്റ് റിവേഴ്സ് പേജ് ഓർഡർ എന്ന ഒരു ചെക്ക് ബോക്സ് കാണുന്നു. വലിയ ഔട്ട്പുട്ട്സ് കളക്ട് ചെയ്യുന്നത് ഈ ഓപ്ഷൻ എളുപ്പമാക്കുന്നു. അതിനാൽ അതിന് നേരെയുള്ള ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇനി പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഡോക്യുമെന്റിന്റെ പ്രിന്റ് ഔട്ട് എടുക്കാം. എങ്ങനെയാണ് ഒരു .odt ഡോക്യുമെന്റ് ഒരു .pdf ഫയലാക്കി മാറ്റുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. നമ്മൾ ഇപ്പോൾ തന്നെ PDF ഫയൽ ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്തിട്ടുള്ളതിനാൽ നമുക്ക് PDF ഫയലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി ഫയൽ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, പിന്നീട് പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഡിഫോൾട്ട് സെറ്റിംഗ്സ് നിലനിർത്തിക്കൊണ്ട് പ്രിന്റ് പ്രിവ്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഫയലിന്റെ പ്രിവ്യൂ സ്ക്രീനിൽ കാണുന്നു. ഇനി ഫയൽ പ്രിന്റ് ചെയ്യുന്നതിനായി പ്രിവ്യൂ പേജിലെ പ്രിന്റ് ദിസ് ഡോക്യുമെന്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് നമ്മെ ലിബ്രെഓഫീസ് റൈറ്ററിനെക്കുറിച്ചുള്ള സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്തെത്തിക്കുന്നു. ചുരുക്കത്തിൽ നമ്മൾ പഠിച്ചത് വ്യൂയിംഗ് ഡോക്യുമെന്റ്സ്, പ്രിന്റിംഗ് ഡോക്യുമെന്റ്സ്. കോംപ്രിഹെൻസീവ് അസൈൻമെന്റ്. റൈറ്ററിൽ ഈ ടെക്സ്റ്റ് എഴുതുക. ദിസ് ഈസ് ലിബ്രെഓഫീസ് റൈറ്റർ. ഡോക്യുമെന്റിന്റെ ഫുൾ സ്ക്രീൻ വ്യൂ കിട്ടുന്നതിനായി ഫുൾ സ്ക്രീൻ ഓപ്ഷൻ ഉപയോഗിക്കുക. ഡോക്യുമെന്റിന്റെ ഒപ്റ്റിമലും അതോടൊപ്പം വേരിയബിളും ആയ ഒരു വ്യൂവിനായി സൂം ഓപ്ഷൻ ഉപയോഗിക്കുക. വേരിയബിൾ വാല്യൂ 50% സെറ്റ് ചെയ്ത ശേഷം ഡോക്യുമെന്റ് നോക്കുക. ഡോക്യുമെന്റിന്റെ പേജ് പ്രിവ്യൂ നോക്കുകയും പേജ് ബോർഡറുകളോടുകൂടിയ 2 കോപ്പികൾ പ്രിന്റ് ചെയ്യുകയും ചെയ്യുക. താഴെയുള്ള ലിങ്കിൽ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് സമ്മറൈസ് ചെയ്യുന്നു.
നിങ്ങൾക്ക് നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടീം സ്പോക്കൺ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്സ് നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റ്സ് നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ദയവായി എഴുതുക contact@spoken-tutorial.org. സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്ട് ടോക്ക് ടു എ ടീച്ചർ പ്രോജക്ടിന്റെ ഭാഗമാണ്. ഇതിനെ പിന്തുണയ്ക്കുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് spoken-tutorial.org/nmeict-intro ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ശാലു ശങ്കർ, IIT ബോംബെ. ഞങ്ങളോടൊപ്പം ചേർന്നതിൽ നന്ദി.